ആഹാ, സുധ പാചക സ്ഥിരം പരിപാടിയാക്കിയോ? എല്ലാം അഞ്ജുവിന്റെ ഐശ്വര്യം. എന്തോന്ന് ഐശ്വര്യം? ഭർത്താവിന് കുറച്ച് ഫുഡ് ഉണ്ടാകും ഞാൻ അങ്ങ് കരുതി, അത്രേ ഉള്ളൂ. ഉണ്ടാക്കും. അതിനാ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നത്. അല്ല, നിങ്ങൾ ആ മോനെ വിളിച്ചോ? വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? അത് സുധ പറഞ്ഞ തന്നെ, കേസ് പിൻവലിക്കണ്ട, കേസുമായിട്ട് മുന്നോട്ട് പോകാന്ന്. കാരണം വല്ലതും പറഞ്ഞു? സുധ പറഞ്ഞ തന്നെ കാരണം. അപ്പൊ എന്ത് തോന്നി? അങ്ങനെയൊക്കെ വട്ടാണെന്നോ അതോ ആരെങ്കിലും പറഞ്ഞ് തിരിച്ചതായിരിക്കും? ആര് പറഞ്ഞു തിരിക്കാൻ ഇയാളെയൊക്കെ? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം ആരാ പറഞ്ഞു തിരിച്ചെന്ന്? എന്തായാലും മോഹൻ കുടിച്ചിട്ട് അങ്ങോട്ട് വന്നത്. നിങ്ങളുടെ കൂടെ ഇരുന്നാണോ കുടിച്ചേ? എന്റെ കൂടെയാ. അന്ന് ഇവിടെ വന്നിരുന്ന് കുടിച്ചില്ലേ? അതുപോലെ എങ്ങാണ് വന്നോന്ന്? എന്റെ സുധ അന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ സാധനം ഓഫീസിൽ കയറ്റിയിട്ടില്ല. അന്ന് സുധ പറഞ്ഞില്ലേ നമ്മുടെ മറ്റേ എത്തിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? എന്തായാലും അങ്ങനെ കുടിച്ചിട്ട് വന്നേ പിന്നെ ഈ മനംമാറ്റം. ചെയ്തവനാടെ കുടുംബം കലക്കാൻ വേണ്ടി വെറുതെ. ആരായാലും എന്റെ കൈ കിട്ടിയ അവന്റെ 32 പല്ലും അടിച്ച് ഞാൻ താഴെ ഇടും. പല്ലൊക്കെ വേണോ? പിന്നെ വേണ്ടേ? ആ മോഹനെ പറഞ്ഞു തിരിച്ചോന് ഇത്രയെങ്കിലും കൊടുക്കണ്ടായോ? വേണം, അത് വേണം. അല്ല വക്കീലേ, നിങ്ങൾ എന്തിനാ നിന്ന് പരങ്ങുന്നേ? ഇനി നിങ്ങളെങ്ങാണോ ആണോ? സുധ എന്ത് വർത്താനം പറഞ്ഞു? ഞാൻ അങ്ങനൊക്കെ ചെയ്യൂ? ഇല്ലെന്നാ എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾ അത്രയും ക്രൂരനൊന്നും അല്ല. എങ്ങാണോ ആണേ നിങ്ങളുടെ അന്ത്യമായിരിക്കും. എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തത് ഞാനാണെന്ന് അറിഞ്ഞ എന്റെ മരണം ഉറപ്പാ. അമ്മ, അമ്മയുടെ എന്ത് ചെയ്യോ? അത് ശരി, ഞാൻ എന്താ ചെയ്യുന്നത് നീ കാണുന്നില്ലേ? അതല്ല, ഞാൻ ആക്ച്വലി മീൻ ചെയ്തത് അമ്മ എവിടെയാ കിടക്കാൻ പോകുന്നു. ഞാനിവിടെ അവന്തി ചോദ്യം, ഞാൻ എല്ലാ സൂടിയല്ലേ കിടക്കുന്നത്. പക്ഷെ ഇന്നു മുതൽ അമ്മ അച്ഛൻ്റെ കൂടെ കിടന്നാൽ മതി, എൻ്റെ കൂടെ കിടക്കണ്ട. അത് വേണ്ട, നീ ഒറ്റയ്ക്കല്ലേ, ഞാനിവിടെ കിടന്നോളാം. അത് കുഴപ്പമുണ്ട്, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. എന്തായാലും നിങ്ങളുടെ തമ്മിൽ വഴക്കൊക്കെ തീർന്നല്ലോ, പിന്നെ എന്താ കുഴപ്പം? ഒന്ന് പോയ മാളു, അവൻ ശരിയാവില്ല. അമ്മ പറ്റില്ല, എൻ്റെ കൂടെ വാ, അച്ഛൻ്റെ കൂടെ പോയി കിടക്കാം. ഇടി പറയുന്ന കേക്കടി, ഞാൻ ഇവിടെ കിടന്നോളാം. വേണ്ട, അമ്മ അച്ഛൻ്റെ കൂടെ പോയി കിടന്നാ മതി. വാ മാളു, അമ്മ വാ. കേറി വാ അമ്മ. അച്ഛാ നോക്കിക്കേ, അമ്മ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തിട്ട് വരുന്നില്ല. ഒന്ന് വിളിച്ച അമ്മേനെ. എന്താ അവണി? മാള് പറഞ്ഞ കേട്ടില്ലേ? കേറി വാ അവണി. കേറി വാ അമ്മ. വാ വാ അമ്മ. വാ അവണി. അച്ഛൻ പറഞ്ഞ കേട്ടില്ല, വാ. എന്നാ ശരി, നിങ്ങൾ ഹാപ്പി ആയിട്ട് സംസാരിക്കാം. ഞാൻ കിടക്കാൻ പോണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കണ്ടോടി, നീ അവളുടെ സ്നേഹം കണ്ടോ? അതെ, രണ്ടുപേരും വഴക്കുണ്ടാക്കരുത് കേട്ടോ. ഇല്ല മോളെ, വഴക്കൊന്നുമില്ല. എന്നാ ശരി. ശരി മോളെ. എങ്ങനെയടി നിനക്ക് ഈ കൊച്ചിനെ കരുവാക്കാൻ തോന്നിയത്? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആരെ കരുവാക്കിയെന്നാ? ഒന്നുകിൽ നിങ്ങൾക്ക് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെ കള്ളു കുടിച്ച് ഉള്ള വെളിവ് മുഴുവൻ പോയിരിക്കും. ഇത് രണ്ടുമല്ല. നീ ജോലിക്ക് പോയാ എനിക്ക് നിന്നെ നഷ്ടപ്പെടും. നീ പോവും. പോവുന്നോ? ഞാൻ എവിടെ പോവാൻ? നീ പോവും, എനിക്കറിയാം. ഞാൻ പോവാ. ഞാൻ എവിടെയെങ്കിലും പോയി കിടക്കാൻ പോവാ. വേണ്ട, മാളു അറിയും. എന്നെ കൊണ്ടോ നിന്നെ കൊണ്ടോ മാളൂന് യാതൊരു വിധ ബുദ്ധിമുട്ടും പാടില്ല. നീ ഇവിടെ അങ്ങനെ കിടന്നാൽ മതി. എവിടെയെങ്കിലും കിടക്കാനോ? ഞാൻ ഈ വയറും വെച്ച് എവിടെ പോയി കിടക്കാനാ? നിങ്ങൾ വേണേ എവിടെയെങ്കിലും പോയി കിടക്ക്, ഞാൻ ഈ കട്ടിലെ കിടക്കാൻ പോവാ. പിന്നെ ഞാനീ ചെയ്യുന്നത് മാളുവിന് വേണ്ടി മാത്രം, അവള് വിഷമിക്കാതിരിക്കാൻ.
കഴിക്കുന്നില്ലേ? അമ്മ കഴിച്ചോളാം, മോള് കഴിക്കുക. അമ്മ കഴിക്കാതിരുന്ന കുഞ്ഞാവയ്ക്ക് വിശക്കില്ലേ? അച്ഛാ, അമ്മയോട് കഴിക്കാൻ പറഞ്ഞേ. അവിടെ മോള് പറഞ്ഞ കേട്ടില്ലേ, കഴിക്ക്. കഴിക്കമ്മ. കഴിക്കേട്ടത്തി. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം. ഞാനും ഗർഭിണിയല്ലേ, അപ്പൊ എനിക്ക് കഴിക്കണ്ടേ? ഏട്ടത്തിയുടെ കുഞ്ഞു മാത്രം ആരോഗ്യത്തോടെ ഇരുന്നാ മതിയോ? എന്റെ കുഞ്ഞു ആരോഗ്യത്തോടെ ഇരിക്കണ്ടെന്നായിരിക്കും. അഞ്ജു, നീ ഒരിക്കൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാമല്ലോ. അവൾ ഓൾറെഡി കഴിച്ചതാ. ആഹാ, അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ കൂടി കഴിച്ചുകൂടാന്നുണ്ടോ? ആവശ്യമുള്ളവരെ എടുത്ത് കഴിച്ചോളും. കൊച്ചുകുട്ടികളൊന്നുമല്ലല്ലോ വാരി കൊടുക്കാൻ. നീ കഴിക്കുന്നില്ലേ? അതേമ്മ. അച്ഛൻ ഞാനും വരുന്നു. പോവാണ് അമ്മ, ബൈ. അഞ്ചുമോളെ, ഇന്നലെ ഭയങ്കര കോംപ്രമൈസ് ഒക്കെ നടന്നിട്ട് ആരുടെയും മുഖത്ത് സന്തോഷമൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നമ്മ. ഇവര് കാണിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടിട്ട് കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നില്ല. മാളുവിന്റെ മുമ്പിൽ അഭിനയിക്കുന്നതാണോന്ന് എനിക്കൊരു സംശയം. നിനക്ക് എന്താ അഞ്ചു? അവരോട് പ്രശ്നമൊന്നുമില്ലല്ലോ. അത് നിങ്ങളോട് മാത്രം പറഞ്ഞാൽ മതിയാ. അവര് തമ്മിൽ ഒരു കോംപ്രമൈസും ആയിട്ടില്ല. ഇവരുടെ മുഖം കണ്ടാൽ അറിയാം. അങ്ങനെ കോംപ്രമൈസ് ആയിട്ടുണ്ടെങ്കിൽ ഇവര് പറയട്ടെ. പ്രശ്നം തീർന്നില്ല ഏട്ടത്തി. പ്രകാശ, നിന്റെ അറിവിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വട്ടുണ്ടോ? വട്ട എൻ്റെ അറിവിലില്ല. അമ്മയുടെ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഏട്ടത്തി. ഇല്ല, എന്താ കാര്യം? എന്നാ വട്ടുണ്ട് നിന്റെ ചേട്ടന്. ആദ്യം ഒരു കാര്യം പറയും, കുറച്ചു നേരം കഴിഞ്ഞത് മാറ്റി പറയും. ഇത് തന്നെ സ്ഥിരം പരിപാടി. പിന്നെ വായി തോന്ന പിച്ചും വേയും തികച്ചും വിളിച്ചു പറയും. നിനക്ക് നിന്റെ ചേട്ടനോട് വല്ല സ്നേഹം ഉണ്ടെങ്കിലേ അധികം താമസിയാതെ പുള്ളിയെ കൊണ്ട് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിലും കാണിക്കാൻ നോക്കും. ഓഹോ, അപ്പൊ കോംപ്രമൈസ് ആയിട്ടില്ല. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നോക്കണ്ട, അടിച്ചു പിരിയാൻ തന്നെയാ പ്രാർത്ഥിച്ചത്. എന്നെ അമ്മ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ അമ്മ? അതെ, പക്ഷേ മോഹൻ മാളുവിന് കൊടുത്ത വാക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കണം. അതിനാണ് വട്ടെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ആസ്പത്രി കൊണ്ട് ചികിത്സിക്കാൻ നോക്ക്. ആകാശ, അവനെ കൊണ്ടുപോകുമ്പേ ഇവരേണി കൊണ്ടുപോകാൻ നോക്ക്. എല്ലാത്തിനും ചികിത്സയുടെ കുറവുണ്ട്. മര്യാദയ്ക്ക് സംസാരിക്കണോ? മര്യാദയ്ക്ക് തന്നെ പറഞ്ഞ യശോദാമേ. അതെ, കൂടുതൽ ഒച്ച പൊങ്ങല്ലേ. എന്റെ മനസ്സിലിരിക്കുന്നൊക്കെ ഇവിടെ പറഞ്ഞാലേ അച്ഛനും മോളും തലകുനിച്ച് നടക്കേണ്ടി വരും. എനിക്ക് വട്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പക്ഷെ എന്റെ കുടുംബം നല്ല അന്തസ്സുള്ള കുടുംബമാണ്. അല്ലാതെ നിങ്ങളെ പോലെ ഒരു ലോഡ് അച്ഛനും ഒരു ലോഡ് അമ്മയൊന്നും എനിക്കില്ല. അതെന്താടി ഒരു ലോഡ് അച്ഛനും ഒരു ലോഡ് അമ്മയും? അതൊക്കെ ഞാൻ സമയമാകുമ്പോ പറയാമ്മ, അല്ലേ പ്രകാശേട്ടാ? ഇവിടെ എല്ലാവരും അറിഞ്ഞേച്ചി, ഞാനും അങ്ങേരും ഇപ്പോഴും വഴക്കാന്ന്. അതാര് പറഞ്ഞു? അങ്ങേരുടെ പെരുമാറ്റം കണ്ടപ്പോ
രാവിലെ എല്ലാവർക്കും സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നു. യശോദാമ്മയ്ക്കും അഞ്ജുവിനൊക്കെ ഭയങ്കര സന്തോഷമായി. അവരിത് മാളുവിനെ അറിയിക്കുമെന്ന് എൻ്റെ സംശയം. അതാ അഞ്ചു തന്നെ മാളുവിൻ്റെ പറഞ്ഞു കൊടുത്തോളൂ നിന്നെ ദ്രോഹിക്കാനായിട്ട്. മാളുവിനോട് എന്ത് പറയുന്നു ഓർത്തിട്ട് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. നീ ഇപ്പം അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നോക്കാം, ആലോചിച്ച് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചേച്ചി? ഞാൻ തിരിച്ചു വിളിക്കാം. ശരി ചേച്ചി. ചേടാ, വക്കീൽ ഓഫീസ് റൂമിൽ ഇരുന്ന് കുടിക്കുന്നില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇത് ആരുടെയാ? അതിന് 2 ഗ്ലാസ് ഉണ്ടല്ലോ. ശരിയാക്കി കൊടുക്കാൻ വരെ ഞാൻ. ഹലോ, വക്കീൽ എവിടെ ഉണ്ട്? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. കാര്യമൊക്കെ വന്നിട്ട് പറയാം. വാ ഇങ്ങോട്ട്. എന്റെ അമ്മ, ഞാൻ വിചാരിച്ചത് അവര് കോംപ്രമൈസ് ആയിന്നാ. ഇല്ല, കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. വെറും ബിൽഡപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അവരെന്തോ മാളുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാന്ന് ഞാനിത് ഇത്ര നാളുകൊണ്ട് കാണുന്നതമ്മ. ഇങ്ങനെ പോയാൽ ഒന്നിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ മാളു ഇപ്പൊ വന്ന്. കുഞ്ഞമ്മ ആരോടാ ഈ അനാവശ്യ കാര്യങ്ങൾ പറയുന്നേ? എന്നിട്ട് കുഞ്ഞമ്മയ്ക്ക് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടോ? അനാവശ്യോ? ഞാനിപ്പോ എന്താ അനാവശ്യം പറഞ്ഞത്? എന്റെ അച്ഛനും അമ്മ എനിക്ക് വാക്കാന്നാ അവരിനി ഒന്നിച്ചു പോകുന്നു. പിന്നെ എന്തിനാ കുഞ്ഞമ്മ ഇങ്ങനെ നാട്ടുകാരൊക്കെ വിളിച്ച കാര്യങ്ങൾ പറയുന്നേ? എന്റെ പൊന്നു മോളെ, നീ നിന്റെ അച്ഛനും അമ്മേനെയും കണ്ണടച്ച് വിശ്വസിക്കല്ലേ. അവര് നിന്റെ അടുത്ത് കള്ളം പറയാ. അവര് കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല എന്ന് കുഞ്ഞമ്മ പറഞ്ഞാ മതിയോ? വേണ്ട, ഞാൻ പറയണില്ല. ഇതാ നിന്റെ അമ്മ നേരിട്ട് തന്നെ ചോദിക്കും. മോൾ ഒറ്റയ്ക്കാണോ വന്നേ? അച്ഛനെ കൊണ്ടുപോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ എങ്ങോട്ടോ പോയി. ആ എന്നാ ചെന്ന് ഫ്രഷ് ആവും. അമ്മ അച്ഛനായിട്ട് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അമ്മ കള്ളം പറയല്ലേ. എന്റെ മാളു, ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? കേട്ടല്ലോ, ഇപ്പൊ കുഞ്ഞമ്മയുടെ സംശയം മാറിയില്ലേ? എനിക്കൊരു സംശയമില്ല. ഇതുപോലെ എന്തായാലും മുഖത്തോക്കി കള്ളം പറയാൻ എനിക്ക് പറ്റില്ല. നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. മാളു, നീ പറയുന്ന കേക്ക്. കയറി ചെല്ല്. അമ്മ അങ്ങോട്ട് വരാം. മോള് ചെല്ല്. ചെല്ല് മോള് ചെല്ല്. എന്നിട്ടേ അച്ഛൻ വരുമ്പോ ചോദിക്കേ കോംപ്രമൈസ് ആയോന്ന്. നിന്റെ അച്ഛൻ എന്തായാലും സത്യം പറയും. നിനക്ക് എന്താ അഞ്ജു? മാളു ഓൾറെഡി ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ പറയേണ്ട ആവശ്യം നിനക്ക് എന്തായിരിക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അങ്ങനെ എല്ലാ സത്യവും എല്ലായിടത്തും പറയാൻ കൊള്ളില്ല. അവള് വെറുതെ വിട്. അവള് കുഞ്ഞല്ലേ. നിനക്ക് ദേഷ്യം എന്നോടല്ലേ? അത് എന്നോട് തീർക്ക്. സത്യം പറഞ്ഞ ഞാനിപ്പോ കള്ളിയായി. എങ്കിൽ പിന്നെ സത്യം മാളുവിനെ അറിയിച്ചിട്ട് തന്നെ കാര്യം. എന്തു പറ്റി അഞ്ജു? അറിഞ്ഞിട്ട് എന്തിനാ? വേണ്ട, അറിയണ്ട. അവിടെ നില്ലേ. എവിടെ പോണ്? നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിന് 2 വഴിക്കാണെന്ന് എന്റെ അമ്മയെ ഫോൺ വിളിച്ച് പറയുന്നത് മാളു കേട്ടു. അതൊക്കെ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് ഏട്ടത്തി തിരുത്തി പറഞ്ഞു. എടി, നീ ഇതൊക്കെ എന്തിനാ അമ്മേനെ വിളിച്ച് പറയണേ? എന്റെ അമ്മ വയ്യാണ്ടിരിക്കുക. എന്തേലും സന്തോഷമുള്ള വാർത്ത കേൾക്കുന്നത് നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വിളിച്ചു പറഞ്ഞത്. അമ്മയ്ക്ക് സന്തോഷായി, പക്ഷെ മാളുവിന്റെ മുമ്പിൽ ഞാൻ കള്ളിയായി. നീ അത് വിടഞ്ചു, കൊച്ചുകുട്ടിയല്ലേ. അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന്റെ സത്യം ഞാൻ മാളുവിനെ അറിയിക്കുകയും ചെയ്യും. എന്റെ കള്ളിന്നുള്ള പട്ടം ഞാൻ ഒഴിവാക്കുകയും ചെയ്യും. സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുമ്പിൽ കള്ളിയാകുമ്പോ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് നല്ല കുഴപ്പമുണ്ട്. തെളിവ് സഹിതം ഞാൻ മാളുവിനെ ബോധിപ്പിക്കും. എന്നിട്ടേ എനിക്ക് വിശ്രമമുള്ളൂ. ഇവളൊരു സമാധാനം തരില്ല. കച്ചട്ടി ഇറങ്ങിയേക്കാണ്. ആ, കച്ച കെട്ടി ഇറങ്ങി തന്നെയാ.
സുധേ, എത്തിക്സ് എന്നൊക്കെ പറഞ്ഞ് നീ തുടങ്ങിയ ഓഫീസിൽ വെച്ച് മദ്യപാനം? തമാശയാണോ വക്കീൽ ഉദ്ദേശിച്ചത്? പിന്നല്ലാതെ. വക്കീലെ കളിക്കല്ലേ. എനിക്ക് ഈ കുപ്പിയും ഗ്ലാസും ഈ മേശയുടെ അടിയിൽ നിന്നാണ് കിട്ടിയത്. അതെങ്ങനെയാ ഇവിടെ വന്നത്? ഇതൊക്കെ ആരും ഇവിടെ കൊണ്ടുവച്ചത്? ഉരുണ്ട് കളിക്കല്ലേ വക്കീലെ. നിങ്ങളറിയാതെ നിങ്ങളുടെ ഓഫീസ് റൂമിൽ കുപ്പിയും ഗ്ലാസും, അതെങ്ങനെ ശരിയാവും? ഞാനിവിടെ നിന്ന് കുടിക്കാറില്ല സുധേ. വെറുതെ കള്ളം പറയണ്ട വക്കീലെ. കള്ളല്ല സുധേ. വക്കീലെ, കള്ളം പറയരുത്. നിങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെയാണ് കുടിച്ചത്. അത് ഈ ജോലിയുടെ ടെൻഷൻ കയറിയപ്പം ഒരൊറ്റ പെഗ്, അത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വക്കീലെ, ഞാൻ പറഞ്ഞു കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഒറ്റയ്ക്കാ കുടിച്ചെങ്കിൽ ഒരൊറ്റ ഗ്ലാസ് പോരെ ഇവിടെ? സത്യം പറ, ആ മോഹൻ നിങ്ങളും കൂടെ അല്ലേ ഇവിടെ ഇരുന്ന് കുടിച്ചത്? മോഹനോ? ഇവിടെയാ? എനിക്കെന്താ ഇതിന്റെ ഒക്കെ കാര്യം? പിന്നെ ആരാ വന്നത്? എന്റെ സുധേ, ആരും വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാ കഴിച്ചത്. അത് ഞാൻ ഐസ് കൊണ്ടുവച്ച ഗ്ലാസ്സാ. വക്കീലിന് ഞാൻ മണ്ടിയായിട്ട് തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല. ആ മനസ്സ് മാറി വന്ന മോഹനെ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കുത്തിത്തിരിച്ചത് നിങ്ങളല്ലേ? അല്ലേന്നാ? ഒന്ന് പോയേ സുധേ. മോഹൻ ഇവിടെ വന്നിട്ടില്ല. വക്കീലേ, നിങ്ങൾ ഈ പറയുന്ന മൊത്തം കളവാന്ന് എനിക്കറിയാം. വക്കീലേ, ആ മോഹൻ ഇവിടെ വന്നു എന്നും ഇവിടെ ഇരുന്ന് നിങ്ങളുടെ കൂടെ കുടിച്ചു എന്നും നിങ്ങൾ പറഞ്ഞതിന് പ്രകാരമാണ് അങ്ങനെ മനസ്സ് മാറിയെന്നും ഞാൻ അറിഞ്ഞ. നിങ്ങളെ പുറം ലോകം അറിയാത്ത രീതിയിൽ ഞാൻ പൂട്ടും. ഞാനല്ല സുധേ. എനിക്കെന്താ എന്റെ ആവശ്യം? നിങ്ങളുടെ ആവശ്യം അനാവശ്യം ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് ഞാൻ അന്വേഷിച്ചിറങ്ങും. സത്യം കണ്ടുപിടിക്കുകയും ചെയ്യും. കണ്ടുപിടിച്ച സുധേനെ അറിയാലോ അല്ലേ? സുധ വന്നേ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാനല്ലേ ഉണ്ടാക്കുന്നേ. അഞ്ജുവിന്റെ ഐശ്വര്യം ഞാൻ ഉണ്ടായിക്കോളാം. ഞാൻ ഉണ്ടാക്കാം സുധേ. വേണ്ടെന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് അന്വേഷിച്ചറിയാനുണ്ട്. ബാക്കി പിന്നെ ചെല്ലട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ നാരായണ? തെളിവൊക്കെ നശിപ്പിക്കണ്ടേ? മാളൂന് എങ്ങനെയെങ്കിലും സത്യങ്ങൾ അറിയിക്കണം. അത് അവരുടെ വായു കൊണ്ട് എന്നെ കേൾക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെയും മോളുടെയും ചാട്ടം കുറച്ചങ്ങ് നിൽക്കും. എന്തു അഞ്ജു? ഭയങ്കര ആലോചനയിലാണല്ലോ. ആ ഏട്ടാ, മാളൂന് ടെൻഷൻ ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കായിട്ടും മാളൂന്റെ മുമ്പിൽ ഇങ്ങനെ സ്നേഹത്തോടെ അഭിനയിക്കുന്നത്? അത് അഞ്ജുവിന് അങ്ങനെ മനസ്സിലായി? എന്റെ ഏട്ടാ, ഒരു ഏട്ടന്റെ മനസ്സിൽ എന്താന്ന് ഒരു അനിയത്തിക്ക് മനസ്സിലാവില്ലേ? അഞ്ജു പറഞ്ഞ സത്യമാണ്. അവളും അവളുടെ അച്ഛനും കൂടെയും ചേർന്നേ ഒരു നാടകം കളിച്ചു. അവളെ ജോലിക്ക് വിടാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഓ, അതാണ് കാര്യം. നേരാരോ പറഞ്ഞു ഇളക്കിയിട്ടുണ്ട്. എന്തഞ്ജു? ഏയ് ഒന്നുമില്ലേട്ടാ, മാളൂനെ ആരോ പറഞ്ഞ് ഇളക്കിന്ന് പറഞ്ഞതാ. അവക്ക് എന്തറിയും? പാവം, അവൾക്ക് അച്ഛനമ്മ ഒന്നിച്ചു വേണം. അവളത്ര ആഗ്രഹിക്കുന്നു. പക്ഷേ ഏട്ടാ, കുറച്ചു മുമ്പേ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. മാളു സത്യങ്ങളൊക്കെ അറിഞ്ഞോന്നൊരു സംശയം. നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയില്ല, എല്ലാം അഭിനയമാണോന്ന് മാളു അറിഞ്ഞു. മാളു എങ്ങനെ അറിഞ്ഞെന്ന്? ആര് പറഞ്ഞു? ആരായിരിക്കും പറഞ്ഞത്? നേരത്തെ അമ്മയും ഞാൻ ഇരിക്കുമ്പോ ഏട്ടത്തിയായിട്ടൊരു സംസാരം ഉണ്ടായി. അതിനിടയ്ക്ക് വിളിച്ചു പറഞ്ഞത് അവര്. മാളു ഇതും കേട്ടോടാ കേറി വന്നത്. 95% മാളു ഇത് കേട്ടിട്ടുണ്ടാവും. ഓ,
ഇവളെ കൊണ്ടത് വലിയ ശല്യമായല്ലോ ഇത്. ഏട്ടൻ കഷ്ടപ്പെട്ട് മാളുവിനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു, ഇവര് നിസ്സാരമായിട്ട് മാളിനെ വിഷമിപ്പിക്കാനും. ഞങ്ങളോട് ഏട്ടത്തി പറയാ, രാവിലെ ഏട്ടൻ കോംപ്രമൈസ് എന്ന് പറയും, വൈകുന്നേരം അത് മാറ്റി പറയും, ഏട്ടനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഷോക്ക് അടിപ്പിക്കണം എന്നൊക്കെ. കഷ്ടം തന്നെ ഏട്ടാ. പിന്നെ ഏട്ടൻ ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ. ഇനിയിപ്പോ പെട്ടെന്ന് മാള് വന്ന് ചോദിച്ചാ ഏട്ടൻ വെറുതെ ഷോക്കാവണ്ടല്ലോ. എന്നിട്ട് അവിടെ എവിടെ? അവര് മോളില് മാളുവിനെ പറഞ്ഞു തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതാണ് കറക്റ്റ്. ഇതാവുമ്പോ പകുതി പണി നമ്മൾ എടുത്താൽ മതി, ബാക്കി പണി അങ്ങേരെടുത്തോളൂ. രണ്ടും അങ്ങനെ അടിച്ചു പിരിയട്ടെ. എന്തൊരാശ്വാസം.